കൃപയിന്നാഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിന്നാഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പേതിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിന്നാഴമറിയാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്. നന്മയുടെ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത്. അവിടുന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, പ്രത്യുത നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന്. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും നന്മയുടെ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയോടൊപ്പമാണ് ഇനി വരുന്ന 3 ദിവസങ്ങളിൽ നാം ആയിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ വർഷിക്കും, നന്മകൾ വർഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സഫലമാക്കി തരും. ആ ഈശോയോടൊപ്പം നമുക്കായിരിക്കാം. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥനയോടെ ഈ ക്രിസ്ത്യൻ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണത്തിന് കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ഈശോയെ, എൻ്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം ഞാൻ വിട്ടുതരുന്നു എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ, എൻ്റെ കൂട്ടുകാരെ, മാതാപിതാക്കളെ, എൻ്റെ ജോലികളെ എല്ലാം അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. ഈ ധ്യാന ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടണം. അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിറയണം. കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ നിന്നോട് കൂടി വരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നുണ്ട്. ഈശോയുടെ വലിയ അനുഗ്രഹം ഈ ധ്യാന ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ സ്ലീഹന്മാര് ഈ ലോകം മുഴുവനും ചെന്ന് സുവിശേഷം പ്രസംഗിച്ചതുപോലെ നന്മയുടെ മക്കളായി ജീവിക്കുവാന്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഈശോ വർഷിക്കും. പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് ഈ ധ്യാന ദിവസങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തരും നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥലത്ത് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. നല്ല ദൈവം ഇന്നുവരെ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഓരോ നിമിഷവും വഴി നടത്തിയതിനെ ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന ആരാധന. കർത്താവേ, നീ നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇന്നുവരെ നീ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൃപകളാലും അനുഗ്രഹങ്ങളാലും എൻ്റെ ജീവിതത്തെ നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അഭിഷേകം ചെയ്യണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവരുടെ വേദനകളെയും ദുഃഖങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. വലിയ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ. ആത്മാവിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ ഓരോ നിമിഷവും അവിടുത്തെ വലിയ കൃപയാൽ അനുഗ്രഹത്താൽ നീ തന്നെ നയിക്കണമേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. ഈശോയുടെ കുഞ്ഞുങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. ഈ 3 ദിവസങ്ങള് വലിയ ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ എത്തിച്ചേർന്ന
SH സാന്തോം പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ എൽസീന ജോൺ SHനെ ആമുഖ സന്ദേശത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ് റൂം ഇല്ലാതെ വീട് ക്ലാസ് റൂം ആക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് മാതാപിതാക്കളെ പ്രിൻസിപ്പളും ഹെഡ് മിസ്റ്റർസോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററൊക്കെ ആയി കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെ ഈ കാലങ്ങളൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരെ കാണാത്തത് കൊണ്ട്, കേൾക്കാത്തത് കൊണ്ട്, സാമീപ്യം അനുഭവിക്കാത്തത് കൊണ്ട്, കൊച്ചു കൊച്ചു കുസൃതി കൂടാത്തത് കൊണ്ടൊക്കെ മനസ്സിന് അസ്വസ്ഥതയില്ലേ? ഒപ്പം ഉത്കണ്ഠയും പേടിയും അസ്വസ്ഥതയും സങ്കടവും ഒക്കെ ഇല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക്? ഈ അവസരത്തിൽ ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന്. അതെ, നിങ്ങളുടെ അസ്വസ്ഥതകളിൽ സന്തോഷമായി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന ആ വചനത്തിൻ്റെ അഭിഷേകവുമായിട്ട് ഈശോ നമ്മളോട് കൂടെ ആയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ തിരുഗതി സന്യാസിനി സമൂഹം സാന്തോം പ്രൊവിൻസ് താമരശ്ശേരി ഇവിടെ ക്രിസ്ത്യൻ ധ്യാനം നിങ്ങൾക്കായി തുറന്നു വയ്ക്കുമ്പോൾ, നിങ്ങൾക്കായി വിളമ്പി നൽകുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിലും അസ്വസ്ഥമായ ഹൃദയങ്ങളിൽ, ഉത്കണ്ഠ നിറഞ്ഞ ഹൃദയങ്ങളിൽ, പേടി നിറഞ്ഞ ഹൃദയങ്ങളിൽ, സങ്കടം നിറഞ്ഞ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ഒരുക്കുകയാണ്. ഈശോ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, മനസ്സിൽ വസിക്കുമ്പോൾ, ജീവിതത്തിൽ വസിക്കുമ്പോൾ ഈശോയിലൊരനുഭവം നമ്മിൽ ഉണ്ടാകുവാനും നമുക്ക് ജീവിക്കുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരും വലിയൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരുമ്പോൾ വീടിന് ഐശ്വര്യമുണ്ടാകും. വീടിന് ഐശ്വര്യമുണ്ടാകുമ്പോൾ വീട്ടിൽ സന്തോഷവും സമാധാനവും ആഹ്ലാദവും എല്ലാം നിലനില്ലെന്നൊരു അനുഭവം ഉണ്ടാകും. ഇത് കുടുംബത്തെ ഉയർത്തിപ്പിടിക്കുന്ന, കുടുംബത്തിൻ്റെ ഗോപുരമായി പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉയർത്തിപ്പിടിക്കുന്ന, കുടുംബത്തിൻ്റെ കൊച്ചു കൊച്ചു വിളക്കുകളായി മിന്നാമിനുങ്ങളായി തിളങ്ങി നിൽക്കുന്ന നിങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു അനുഭവമായിട്ട് മാറും. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ഈശോയോട് കൂട്ടുകൂടുന്ന ഈ സമയത്ത് അറിഞ്ഞും അറിയാതെയും ബോധമനസ്സിലെ കടന്നുകൂടുന്ന കൊച്ചു കൊച്ച് നെഗറ്റീവ് എനർജിയെ, തിന്മയുടെ ശക്തിയൊക്കെ ബോധപൂർവം ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഈ ധ്യാനം ഉപകരിക്കട്ടെ. അങ്ങനെ മനസ്സിലും മനസാക്ഷിയിലും ജീവിതത്തിലുമൊക്കെ സത്യവും സ്നേഹവും വിശ്വസ്തതയും ഒക്കെ ആഴത്തിൽ വേരുറപ്പിച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ ജീവിക്കാം. ഈ ഓണാവധി കാലത്ത് കളിക്കാനും ചിരിക്കാനും തൊങ്ക് കളിക്കാനും പന്ത് കളിക്കുവാനും ഓലപ്പന്ത് മെടയാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? അതെല്ലാം മാറ്റിവെച്ച് കൊറോണ ഇങ്ങനെ നമ്മളെ വരിഞ്ഞു മുറുങ്ങുമ്പോൾ, അടുത്ത വീട്ടിലേക്ക് പോകാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ നമുക്കും ഈശോയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ സജ്ജമാക്കാം. ഈ ദിവസങ്ങളുള്ള ഈ ധ്യാനത്തിലൂടെ ഒരു പരിശുദ്ധാത്മ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള പഠനം ഏറ്റവും അനുഭവകരമാകുവാൻ, പഠിക്കുവാൻ, ബുദ്ധിക്ക് പ്രകാശം കിട്ടുവാൻ, ഹൃദയത്തിന് ശക്തി കിട്ടുവാൻ, അധരങ്ങൾക്ക് തുറവ് കിട്ടുവാൻ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന നല്ല കൊച്ചുമക്കളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ധ്യാനത്തിന് ലീഡ് ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ ആദരിക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. കുട്ടികളായ നിങ്ങളെ ഓരോരുത്തരെയും യാതൊരു പരിധിയും വയ്ക്കാതെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ക്രിസ്ത്യൻ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ സുഖമെന്ന് വിശ്വസിക്കുന്നു. പകർച്ചവ്യാധിയുടെയൊക്കെ കാലഘട്ടത്തിൽ കൂടെ നടന്നു നീങ്ങുന്ന ഈ നാളുകളിൽ
സ്കൂളുകളിലൊന്നും പോകാതെ വീടുകളിൽ തന്നെ ആയിരുന്നുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അവസരത്തില് ഇത്രയും നാള് നമ്മളെ കൈപിടിച്ച് നടത്തിയ നല്ല ദൈവത്തിന്റെ ആ ദൈവസ്നേഹത്തിന്റെ തണലിലേക്ക് ഒരു നിമിഷം നമുക്കണയാം. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എങ്കിലും എന്റെ അചഞ്ചലമായ സ്നേഹം നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. എന്റെ സമാധാന ഉടമ്പടി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. മനോഹരമായ ഈ പ്രപഞ്ചത്തില് നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം, മനുഷ്യരോടും പ്രപഞ്ചത്തോടുമുള്ള ആ സ്നേഹം. നമ്മൾ പ്രപഞ്ചത്തില് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഇളങ്കാറ്റിൽ ആടിയുലയുന്ന മനോഹരമായ പുഷ്പങ്ങള്, മറുവശത്ത് കടകളാ ശബ്ദത്തോടുകൂടി ഒഴുകുന്ന കാട്ടരുവികള്, തടാകങ്ങള്, പുഴകള്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചില ശബ്ദത്തോടുകൂടി പറന്നകലുന്ന പക്ഷികള്, പല വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങള്, കാടുകളിലാണെങ്കിൽ പലതരത്തിലുള്ള മൃഗങ്ങള്. പ്രഭാതത്തില് നമ്മൾ നോക്കുമ്പോൾ ഇലകളിൽ ഇറ്റിറ്റ് വീഴുന്ന മഞ്ഞിൻ കണങ്ങള്, പകൽ പ്രകാശം നൽകുവാൻ സൂര്യൻ, രാത്രിയില് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങള്, ചന്ദ്രൻ. എന്തിനേറെ സ്നേഹിച്ചും സഹായിച്ചും കൊടുത്തും സഹകരിച്ചും ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യ ജന്മങ്ങള്. ഇതെല്ലാം എന്തിന്റെ അടയാളങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യ മക്കളോടുള്ള ആ സ്നേഹം, ആ ദൈവസ്നേഹത്തിന്റെ ബഹിസ്ഫുരണങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഈ ഒരു കൊച്ചു ഗാനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് തിരിക്കുവാൻ നമുക്ക് പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളൊക്കെ ആദ്യകാലങ്ങളില്, ഇപ്പോഴല്ല, ആദ്യകാലങ്ങളിലൊക്കെ കത്തുകളൊക്കെ എഴുതുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് കുറിക്കും ദൈവം സ്നേഹമാകുന്നെന്ന്. മനുഷ്യ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമൊക്കെ ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ ഉണ്ടായിരിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ ഉണ്ടായിരിക്കുക, ആരോടെങ്കിലുമൊക്കെ സ്നേഹം ഉണ്ടായിരിക്കുക. ഈ ഒരു ചിന്തയായിരുന്നു. ഇപ്പോഴും ആ ഒരു ചിന്തയിൽ കൂടി തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ സ്നേഹവും ഈ ജോലിയും ഈ പ്രവർത്തനങ്ങളും എല്ലാം അസ്തമിച്ചു പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും നശിച്ചു പോകാതെ എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് ദൈവസ്നേഹം. ബൈബിളില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നൽകുന്ന ഒരു സന്ദേശമാണ് ദൈവസ്നേഹം എന്നത്. അതിന് ഉദാഹരണമാണല്ലോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം കാനാൻ ദേശത്തേക്ക് കൈപിടിച്ച് നടത്തിയ സംഭവം. ചെങ്കടലിന്റെ നടുവിൽ കൂടി കരയിലൂടെ എന്നവണ്ണം കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ദൈവം. വിശന്നപ്പോൾ മഞ്ഞയും കാടപ്പക്ഷിയും, ദാഹിച്ചപ്പോൾ ജലവും നൽകുന്ന ദൈവം. പല പ്രാവശ്യം ദൈവത്തെ അവർ നിരസിച്ചു പറഞ്ഞിട്ട് പോലും ദൈവം ഇസ്രായേൽ ജനത്തെ സ്നേഹിക്കുന്നതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മളുടെ കൂടെ എപ്പോഴും നടക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. Heavenly Father, we love your precious name. It stands to reason that a name's just a word. It can be easily forgotten as soon as it is heard. But one name was spoken before the world's first day, and it will be here
when everything that is has passed away. Delivered from the lips of God to Mary's ears on angels' wings. Jesus, Jesus. നമ്മൾക്ക് രോഗങ്ങൾ വന്നപ്പോൾ, നമ്മൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, വീട്ടിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ, നമ്മൾ വിഷമിച്ച് പല അവസരങ്ങളിൽ തളർന്നുറങ്ങിയപ്പോൾ എല്ലാം നമ്മുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ കൈവിടുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരു ദൈവത്തെയാണ് നാം കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾ ഒരു ചിത്രം കണ്ടിട്ടില്ലേ? കാവൽ മാലാഖ. 2 കുട്ടികൾ പാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ആ പാലത്തിൽ വിടവിലെത്തുമ്പോൾ പോലും കുഞ്ഞുങ്ങൾ ആ പുഴയിലേക്ക് ചാടാതിരിക്കുവാൻ കാവൽ മാലാഖ കൈ പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കടത്തുന്ന ഒരു ചിത്രം. അത് ദൈവം കാവൽ മാലാഖയെ നമുക്ക് കൂട്ടായിട്ട് തന്നതാണ്. അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ദൈവപുത്രരെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ഈ അവസരത്തില് ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കൊച്ചു സംഭവമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കല് ഒരു ഇന്ത്യക്കാരന് ലണ്ടനിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടായി. ഈ അവസരത്തില് അദ്ദേഹം ലണ്ടനിൽ എത്തിയപ്പോൾ അയാൾ ഒരു ദർശനം കാണുകയാണ്. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഒരു ലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തു. അത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ലിസ്റ്റ് മുഴുവൻ കുറെ സമയം വായിച്ചിട്ടും അതിനകത്ത് അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം തളർന്ന് ഇത്രയേറെ ഉപകാരങ്ങൾ ചെയ്ത്, നന്മ പ്രവർത്തികൾ ചെയ്ത്, സഹായം ചെയ്തിട്ട് എന്തുകൊണ്ട് എന്റെ പേര് ഇതിലില്ല എന്ന് വിചാരിച്ച് ഒരു മൂലയിൽ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ മാലാഖ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാ, മറ്റൊരു വലിയ ലിസ്റ്റുമായിട്ട്. ആ ലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തു. അത് ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആ ലിസ്റ്റിൽ നോക്കിയ പാടെ അതിൽ അദ്ദേഹത്തിന്റെ പേര് കണ്ടു. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം. നമ്മൾ എത്രമാത്രം തിന്മകൾ ചെയ്ത്, പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ഒരിക്കലും കൈവിടാത്ത സ്നേഹം, അതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം എന്നാൽ സ്വാർത്ഥതയില്ലാത്ത ഭാവമാണ്. നമ്മളെ നെഞ്ചിലേക്കുന്ന, മാറോട് ചേർക്കുന്ന, അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത സ്നേഹം. എത്രയോ ഉദാഹരണങ്ങളിലൂടെ ആയിരിക്കാം കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നത് എന്ന് നിങ്ങൾക്കറിയാം. പരീക്ഷയുടെ സമയത്തായാലും രോഗങ്ങളുടെ സമയത്തായാലും ഒക്കെ ദൈവം നമ്മളെ സ്നേഹിച്ച് പരീക്ഷയുടെ സമയത്തെല്ലാം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ച ഒരു ദൈവം. എത്രയേറെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടും അതിൽ നിന്നെല്ലാം അകന്ന് ജീവിക്കുന്നവർ, ദേഷിച്ച് ജീവിക്കുന്നവർ, സ്നേഹം കിട്ടിയിട്ടും അതിനോട് വിരക്തിയൊക്കെ കാണിച്ച് ജീവിക്കുന്നവർ. പക്ഷെ ഇവരെല്ലാം ദൈവം തന്റെ വാത്സല്യമുള്ള ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. ദൈവം വിചാരിക്കുന്നത് ഈ മക്കളെല്ലാം ഒരു കാലത്ത് എന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരും എന്നതാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ നിനക്ക് രൂപം നൽകി, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചുവെന്ന്. അതെ, മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോഴേ നിങ്ങളെ ദൈവം അറിഞ്ഞതാണ്. ഒരാൺകുഞ്ഞായി ജനിക്കണം, ഒരു പെൺകുഞ്ഞായി ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് അവസ്ഥയിൽ ജനിക്കണം എന്നെല്ലാം ദൈവം അനാദിയിലെ കണ്ടുവെച്ചതാണ്. വീണ്ടും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3:16 നമ്മൾ കാണുന്നു, തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുകയാ 4:8 ദൈവം സ്നേഹമാകുന്നുവെന്ന്. ദൈവത്തിന്റെ ആ സ്നേഹം നമ്മൾ ഏറ്റവും അധികം അടുത്ത് അനുഭവിച്ചറിയുന്നത് കാൽവരിയിലെ കുരിശിലാണ്. ഹൃദയം പോലെ കുത്തി തുറന്നുകൊണ്ട് ആ സ്നേഹം നമ്മൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ചൊരിയപ്പെട്ടത്.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. യോഹന്നാൻ ശ്ലീഹായുടെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരേ ഒരു പുത്രനെ ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് വേണ്ടിയാണ് തന്റെ പുത്രനെ അവിടുന്ന് ബലിയായി അർപ്പിച്ചത്. ദൈവസ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവസ്നേഹം പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമതായി ദൈവസ്നേഹം എന്ന് പറയുക ദൈവസ്നേഹം വ്യക്തിപരമാണ്. രണ്ടാമത് ദൈവസ്നേഹം അമ്മയേക്കാൾ ഉപരിയായ സ്നേഹമാണ്. ദൈവസ്നേഹം സ്ഥിരതയുള്ളതാണ്. ദൈവസ്നേഹം പദ്ധതിയുള്ളതാണ്. ദൈവസ്നേഹം രക്ഷിക്കുന്നതാണ്. ദൈവസ്നേഹം ക്ഷമിക്കുന്നതാണ്. ദൈവമക്കളാക്കുന്ന സ്നേഹമാണ്. പരിശുദ്ധാത്മാവിനെ നൽകുന്ന സ്നേഹമാണ്. ദൈവസ്നേഹം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോൾ ബൈബിളിൽ രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം അബ്രാഹത്തിന്റെ വിളി മുതൽ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന അവസ്ഥ വരെ ചിന്തിച്ചു നോക്കുമ്പോൾ എല്ലാവരുടെയും വിളി വ്യക്തിപരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്ക 3-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, വംശാവലിയാണ് നമ്മൾ അവിടെ കാണുക. ആദം ദൈവത്തിൻ്റെതായിരുന്നുവെന്ന്. വീണ്ടും പുറപ്പാട് 33:14 നമ്മൾ കാണുകയാ, സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് സംസാരിച്ചുവെന്ന്. അതെ, ഇതാണ് ദൈവസ്നേഹം. നീ തന്ന സ്നേഹം ഓർത്തിടുമ്പോൾ ഞാൻ എൻ്റെ ദുഃഖം മറന്നുപോയി. നീ എൻ്റെ ചാരത്തണഞ്ഞിടുമ്പോൾ ആനന്ദമെന്നിൽ ആഗതമായി. നീ തന്ന സ്നേഹം ഓർത്തിടുമ്പോൾ ഞാൻ എൻ്റെ ദുഃഖം മറന്നുപോയി. നീ എൻ്റെ ചാരത്തണഞ്ഞിടുമ്പോൾ ആനന്ദമെന്നിൽ ആഗതമായി. യേശുവേ എൻ്റെ ദൈവമേ, നീ മാത്രമാണെൻ്റെ സർവം. നീ മാത്രമാണെൻ്റെ ദൈവം. വീണ്ടും പെറ്റമ്മയേക്കാൾ ഉപരിയായ സ്നേഹമെന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയുടെ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്നാണ് പ്രപഞ്ച സൃഷ്ടി പോലും പറയുക, കവികൾ പോലും പറയുക. എന്നാൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 പറയുന്നു, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൻ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. സങ്കീർത്തനം 27:10 വീണ്ടും പറയുന്നു, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന്. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടായ അവസരത്തിൽ തന്നെ വഴിയരികിൽ ഉപേക്ഷിച്ച് കളയുന്ന അമ്മമാര്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അമ്മമാര്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പൊന്നു സംരക്ഷിച്ചതാണ് ദൈവത്തിന്റെ ആ കരുണ, ആ കരബലം. വീണ്ടും നമ്മൾ കാണുക, ദൈവത്തിന്റെ സ്നേഹം സ്ഥിരതയുള്ളതെന്നാണ്. ഈ ലോകത്തിലെ സ്നേഹമെല്ലാം ശരവേഗതയിൽ കടന്നു പോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. എത്രയോ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നും നിലനിൽക്കുന്ന സ്ഥിരതയുള്ള ഒരേ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ, അത് ദൈവസ്നേഹമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കുമെന്ന്. വീണ്ടും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹം രക്ഷിക്കുന്ന സ്നേഹമെന്ന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ, ആപത്തനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ
ഒരു കാര്യത്തിൽ നിന്ന് കുടുങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന്. യേശയ്യാ പ്രവാചകൻ 51-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ, കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ എന്ന്. നമ്മളെ ഒരിക്കലും കൈവിടാതെ ഉള്ളകൈയിൽ താങ്ങി നിർത്തുന്ന രക്ഷിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മൾ വീണ്ടും കാണുക ക്ഷമിക്കുന്ന സ്നേഹത്തെ കുറിച്ചാണ്. ക്ഷമിക്കുന്ന സ്നേഹം നമ്മൾ ഏറ്റവും അധികം കാണുന്നത് കുരിശിലാണ്. കുന്തത്താൽ കുത്തിയപ്പോഴും, ചാട്ടവാറൽ അടിക്കപ്പെട്ടപ്പോഴും, കൈകളിൽ ആണികൾ തറച്ചപ്പോഴും ഈശോ അവരോടെല്ലാം ക്ഷമിക്കുന്നു. കുരിശ് തറച്ച് കൊല്ലുന്നവരോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണ് ഈശോയുടേത്. ഈ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ സാധിക്കണം. നമ്മുടെ കൂട്ടുകാര്, മാതാപിതാക്കള്, ബന്ധുമിത്രാദികള് ആരെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോടെല്ലാം ക്ഷമിക്കണം. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ താങ്ങി നിർത്തും. ദൈവത്തിന്റെ സ്നേഹം പദ്ധതിയുള്ളതാണ് എന്ന് പറയുമ്പോൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന്. ക്ഷേമത്തിന്റെ പദ്ധതിയുമായി ഓരോ നിമിഷവും ദൈവം നമ്മളെ കാത്തിരിക്കുകയാണ്. ദൈവമക്കളാക്കുന്ന സ്നേഹത്തെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവപുത്രരെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനുമെന്ന്. വീണ്ടും പരിശുദ്ധാത്മാവിനെ നൽകുന്ന സ്നേഹം. നമുക്ക് പഠിക്കുവാൻ കഴിവുണ്ടാകണമെങ്കിൽ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ എല്ലാത്തിനും പരിശുദ്ധാത്മാവിന്റെ ആ കൃപ വേണം. അതിനും വചനത്തിൽ തന്നെ നമുക്ക് ഉദാഹരണം പറയുന്നുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന്. ഇത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സങ്കീർത്തനം 103-ാം അധ്യായം 8-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ ഭക്തനായ സങ്കീർത്തകൻ പറയുകയാ, കർത്താവിന്റെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ സ്നേഹം അചഞ്ചലവുമാണെന്ന്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ പകർന്നു തരുന്നത് പല വഴികളിലൂടെയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ആവാം, നമ്മുടെ കൂട്ടുകാരിലൂടെ ആവാം, നമ്മുടെ സ്നേഹിതരിലൂടെ ആകാം, വീട്ടിലുള്ള ആരുടെയെങ്കിലും കൂടെയാകാം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അപ്പോഴൊക്കെ ഒരുപക്ഷെ നമ്മളെ വഴക്ക് പറയുന്നതിലൂടെ ദൈവസ്നേഹത്തിലേക്ക് നാം കടന്നു വരുവാനുള്ള അവസരം ഒരുക്കുന്നതായിരിക്കും. സൂര്യകാന്തി പൂവ് എപ്പോഴും സൂര്യനെ നോക്കിയാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മളുടെ കൊച്ചു ജീവിതവും ഒരല്പനേരമെങ്കിലും ദൈവത്തിന്റെ തിരുമുമ്പിലായിരിക്കുവാൻ, ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിരിക്കുവാൻ, ദൈവത്തിന്റെ ആ സ്നേഹം സ്വീകരിക്കുവാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ സൂര്യകാന്തി പൂവ് വിടരുന്നത് പോലെ നമ്മുടെ കുഞ്ഞു മനസ്സുകൾ എപ്പോഴും വിടരുവാൻ ഇടയാവുകയുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നമുക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിലൂടെ മാത്രമാണെന്ന്. ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, മാധ്യമങ്ങളുടെ അതിപ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തെറ്റായ വഴികളിലൊന്നും കുടുങ്ങിപ്പോകാതെ ആ സൂര്യകാന്തി പൂവിനെ പോലെ ഈ നിഷ്കളങ്കമായ കുഞ്ഞുമക്കൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അല്പനേരമെങ്കിലും ആ സ്നേഹം അനുഭവിക്കുവാന്, അങ്ങനെ ആ സ്നേഹത്തിന്റെ ആഴവും വീതിയും നീളവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാന് നമുക്കും സാധിക്കണം. നമ്മളുടെ പ്രാർത്ഥനയിലൂടെയും കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തിയിലൂടെയും മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂവെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും ജീവിതം ഇനിയും കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നമ്മുടെ പാപങ്ങളും പാപ സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയാകുന്ന ആ സ്നേഹ സമുദ്രത്തിലേക്ക്, ആ കടലിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. സ്നേഹത്തിന്റെ വാക്താക്കളാകാം, ദൈവസ്നേഹം നുകരാം. അങ്ങനെ പാറിപ്പറക്കുന്ന പല വർണ്ണങ്ങളിലുള്ള കൊച്ചു പൂമ്പാറ്റകളായി എല്ലാ കുഞ്ഞുമക്കളുടെയും ജീവിതം ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്നൊന്ന് വിളിയട്ടെ. ഈശോ നിങ്ങളെ എത്ര മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് നമ്മൾ ക്ലാസ്സിലൂടെ കണ്ടു കഴിഞ്ഞു. ആ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഈശോയുടെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊരു ആശംസ പഠിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചിരിക്കണേ. അമ്മയെ പോലെ എന്നെ ഓമനിക്കാൻ, അച്ഛനെ പോലെ എന്നെ തോളിലേറ്റാൻ. അമ്മയെ പോലെ എന്നെ ഓമനിക്കാൻ, അച്ഛനെ പോലെ എന്നെ തോളിലേറ്റാൻ. യേശു ഉണ്ടല്ലോ, ഭയമില്ലല്ലോ. യേശു ഉണ്ടല്ലോ, ഭയമില്ലല്ലോ. ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ. സോദരരെ പോലെ സ്നേഹം നൽകുവാൻ, സ്നേഹിതരെ പോലെ കൂട്ടുകൂടുവാൻ. സോദരരെ പോലെ സ്നേഹം നൽകുവാൻ, സ്നേഹിതരെ പോലെ കൂട്ടുകൂടുവാൻ. യേശുവുണ്ടല്ലോ, ഭയമില്ലല്ലോ. യേശുവുണ്ടല്ലോ, ഭയമില്ലല്ലോ. ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ. എന്റെ ഭാരമെല്ലാം ഏറ്റെടുക്കുവാൻ, എന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ. എന്റെ ഭാരമെല്ലാം ഏറ്റെടുക്കുവാൻ, എന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ. യേശുവുണ്ടല്ലോ, ഭയമില്ലല്ലോ. യേശുവുണ്ടല്ലോ, ഭയമില്ലല്ലോ. ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആഷൻ സോങ് ഇഷ്ടമായോ? ഇനി നമ്മൾ ഒരുമിച്ച് ആഷൻ സോങ് കളിക്കാൻ പോവുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരും വെറുതെ നിൽക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ഈശോയെയും പരിശുദ്ധ അമ്മയൊക്കെ കൂട്ടുപിടിച്ച് സന്തോഷത്തോടെ ഒരുമിച്ച് ആഷൻ സോങ് കളിക്കുന്നു. അമ്മയെ പോലെ എന്നെ ഓമനിക്കാൻ, അച്ഛനെ പോലെ എന്നെ തോളിലേറ്റാൻ. അമ്മയെ പോലെ എന്നെ ഓമനിക്കാൻ, അച്ഛനെ പോലെ എന്നെ തോളിലേറ്റാൻ. യേശുവുണ്ടല്ലോ, ഭയമില്ലല്ലോ. യേശുവുണ്ടല്ലോ, ഭയമില്ലല്ലോ. ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? സുഖമാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. എന്നാൽ ഈശോയെ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളെല്ലാം ഉറക്കെ വലതുകൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ നിങ്ങളെല്ലാവരും ഉറക്കെ ഹല്ലേലൂയ, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ എന്തിനെ കുറിച്ചുള്ള ക്ലാസ്സാ കേട്ടത്? ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ക്ലാസ് അല്ലേ കേട്ടത്? അപ്പൊ ഈശോയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? പിന്നെ നമ്മൾ ആക്ഷസോങ് കളിച്ചു. ആക്ഷസോങ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് സിസ്റ്റർ വിശ്വസിക്കുകയാ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് റെഡി ആയിട്ടിരുന്നേ. കൈയൊക്കെ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ഈ സായാം സന്ധ്യയില് അവിടുന്ന് സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളോടൊപ്പം ആയിരിക്കുവാന് അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള മണിക്കൂറിനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. അങ്ങ് ശിഷ്യന്മാരെ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചുവല്ലോ. ഈശോയെ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എപ്പോഴും അങ്ങയോട് കൂടെ ആയിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുമക്കളുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വന്ന് അവിടുത്തെ ആത്മാവിനാല് ഈ ദിവസങ്ങളില് ഈ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ വലിയ അഭിഷേകം ഓരോ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാന്, പുതിയ സൃഷ്ടികളായി പുത്തൻ ഉണർവോടെ ഇനിയുള്ള കാലമത്രയും ജീവിക്കുവാന് ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമേ. നമുക്ക് ഒരു നിമിഷം ശാന്തമായി നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ നല്ലോണം? എന്നാൽ ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വീട്ടിലിരുന്ന് പപ്പയും അമ്മയും കേൾക്കുന്ന വിധത്തില് ഒച്ചത്തില് ഹല്ലേലൂയ എല്ലാവരും പറയണം. ഹല്ലേലൂയ. ഈശോയെ സ്നേഹിക്കുന്ന മക്കളെല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓക്കെ, എല്ലാവരും പറഞ്ഞെന്ന് സിസ്റ്ററുടെ കാണുന്നുണ്ട്. എല്ലാവരും നല്ല മിടുക്കന്മാരായാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്നാ ക്ലാസ് തുടങ്ങിയാലോ? ഒരു കൊച്ചു കഥയിലൂടെ. നിങ്ങൾക്കെല്ലാം കഥ ഇഷ്ടമല്ലേ? കാരണം ഇപ്പം നമ്മൾ ഓൺലൈനിലൂടെയാണ് ക്ലാസ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് പിള്ളേർക്ക് കഥയൊക്കെ ഇഷ്ടമാണ്. അപ്പം നമുക്കൊരു കൊച്ചു കഥ കേൾക്കാം. ഒരിക്കല് ഒരു കൊച്ചു ബാലൻ അവൻ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുവാനായി പുറപ്പെട്ടു. അങ്ങനെ ഗ്രൗണ്ടിലെത്തി ഓട്ടത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അവൻ കൈകൾ കൂപ്പി ആ ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച്. അന്നേരം ബാക്കിയുള്ള പിള്ളേരെല്ലാം അവനെ ആകാംക്ഷയോടെ നോക്കി. എന്തുകൊണ്ടാണ് ഈ കൊച്ചു ബാലൻ പ്രാർത്ഥിക്കുന്നത്? അവർ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഓട്ടമത്സരം ആരംഭിച്ചു. അങ്ങനെ ഈ കൊച്ചു ബാലനും ഓടാൻ തുടങ്ങി. പക്ഷേ ഏറ്റവും പിന്നിലായവരുടെ നിരയില് ഈ കൊച്ചു ബാലനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടമത്സരം ഫിനിഷിംഗ് പോയിന്റിലെത്തി. അതിൽ വിജയിയായ ഇവൻ തോറ്റുപോയി. പക്ഷെ അതിൽ വിജയിയായ കൊച്ചു ബാലൻ വന്ന് ഈ കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചു, ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത നീ മാത്രമല്ലേ പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ട് നിനക്ക് വിജയിക്കാൻ സാധിച്ചില്ല? അപ്പൊ ആ കൊച്ചു കുഞ്ഞ് ആകാംക്ഷയോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈ വിജയിയായ ഈ കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ ഓട്ടത്തിൽ വിജയിക്കാനല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ പരാജയപ്പെടുമ്പോൾ തളർന്നു പോകാതിരിക്കാനും ഇനി വിജയിച്ചാല് എനിക്ക് അഹങ്കാരം ഉണ്ടാകാതിരിക്കാനുമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇത് കേട്ടപ്പോൾ ആ വിജയശ്രീ ലാളിതനായ ആ ബാലന് വലിയ ആകാംക്ഷ തോന്നി. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പ്രാർത്ഥന എന്താ? നമ്മൾ പലപ്പോഴും നമ്മൾക്ക് പഠനം നല്ല വിജയം ലഭിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹം കിട്ടണം, നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടുതൽ നന്നായി പഠിക്കാൻ നല്ല ജോലി കിട്ടണം, നമ്മുടെ വീട്ടിൽ നല്ല കാറ് വാങ്ങണം, അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥന. എന്നാൽ നമ്മുടെ പ്രാർത്ഥന എന്താണെന്നാ ഈ കൊച്ചു കുഞ്ഞു പറയുന്നത്? പരാജയങ്ങളില് തളർന്നു പോകാതിരിക്കാനും
വിജയം വരുമ്പോൾ അഹങ്കാരം ഉണ്ടാകാതിരിക്കാനുമാണ് എൻ്റെ പ്രാർത്ഥന. അപ്പൊ നമ്മൾ ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കൊക്കെ കൊറോണ കാലം ആയതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വല്ലാത്ത മടിയാ. കാരണം ഫുൾ ടൈം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ അപ്പോൾ രാത്രിയിൽ 7 മണിക്കുണ്ട് ഓൺലൈൻ ക്ലാസ്, പകൽ ഫുൾ ഓൺലൈൻ ക്ലാസ്സാ. അപ്പൊ നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ സിസ്റ്ററിനോട് പറയാറുണ്ട്, കുഞ്ഞുമക്കളൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ, എന്താ ചെയ്യേണ്ടത്? അപ്പൊ സിസ്റ്റർ അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഈശോയുടെ സന്നിധിയില് അല്പസമയം നിശബ്ദമായിരുന്ന് ഈശോയെ സ്നേഹിച്ചാൽ മതിയെന്ന്. കുഞ്ഞുമക്കളെല്ലാം ഇനി എന്നാ ചെയ്യേണ്ടത്? വൈകുന്നേരം ആകുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഈശോയുടെ സന്നിധിയിൽ അല്പസമയം ഒരു 5 മിനിറ്റ് ഇരുന്ന് ഈശോയെ ഇന്നത്തെ ദിവസം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞ് ഈശോയെ സ്നേഹിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥന എന്നാൽ എന്താ? പ്രാർത്ഥന എന്നാൽ എന്താ കുഞ്ഞുമക്കളെ? നമ്മൾ നേരത്തെ കേട്ടു, കൊച്ചുപാലൻ പറഞ്ഞു, പ്രാർത്ഥന എന്നാല് പരാജയങ്ങളിൽ തളർന്നു പോകാതിരിക്കാനും വിജയം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനുമുള്ളതാണ് പ്രാർത്ഥന എന്ന്. എന്നാൽ സിസ്റ്റർ പറയാ, പ്രാർത്ഥന എന്നാല് ഒരപേക്ഷയാണ്, നാം ദൈവത്തോട് ചെയ്യുന്ന ഒരപേക്ഷയാണ് പ്രാർത്ഥന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 26-ാം അധ്യായം 39-ാം തിരുവചനം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉള്ളവരെല്ലാം ബൈബിൾ എടുത്തൊന്ന് തുറന്നേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 26-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന്. എല്ലാവരും വായിച്ചോ? ബൈബിളൊക്കെ ഉണ്ടോ? ധ്യാനത്തിന് വരുമ്പോ എല്ലാവരും ബൈബിളൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. എന്നിട്ട് ബൈബിള് തുറന്ന് സിസ്റ്റർമാര് വചനം പറയുമ്പോൾ ആ വചനം എടുത്ത് വായിക്കണം. അപ്പൊ നമ്മൾ ഒന്നാമതായി കണ്ടു, ദൈവത്തോടുള്ള അപേക്ഷയാണ്. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിനോട്, എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ വീട്ടില് നിങ്ങളുടെ പപ്പയോട് ഇപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് ഒന്നാണ് ഫോണ്. നമുക്ക് എല്ലാവർക്കും, കുട്ടികളായ നിങ്ങൾക്ക് ഫോൺ വേണം. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലുതായി കഴിയുമ്പോൾ, ഒരു ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഫോൺ വേണം. അപ്പൊ നമ്മുടെ പപ്പയോട് ചോദിക്കുക, പപ്പേ, ഞാൻ SLC പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം, എങ്കിൽ എനിക്ക് ഒരു ഫോൺ സ്വന്തമായി തരുമോ? അപ്പൊ നമ്മുടെ പപ്പയോട് ഒരു അപേക്ഷ ചോദിക്കുക, പപ്പ എനിക്ക് തരുമോ എന്ന ഒരു അപേക്ഷ. അതുപോലെ ഈശോ പിതാവായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്നാണ് ഈശോ ചോദിക്കുന്നത്. അതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ആവശ്യങ്ങള്, നമുക്കിപ്പം പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, എങ്കിലും ഈശോയെ എനിക്കിപ്പം കണക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഒന്നും നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇന്ന വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, ഈശോയെ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ കണ്ടു, ഒന്നാമതായി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അപേക്ഷയാണ്, ദൈവത്തോട് ചെയ്യുന്ന ഒരു അപേക്ഷയാണ് പ്രാർത്ഥന. ഈശോയുടെ കുഞ്ഞുമക്കൾ എല്ലാവരും ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങൾ അവിടെ മടുത്തൊന്നുമില്ലല്ലോ, അവിടെ എല്ലാവരും ഇരിക്കുന്നില്ലേ ശ്രദ്ധയോടെ ഈശോയുടെ വചനം ശ്രവിച്ചുകൊണ്ട്? ഓക്കെ, സിസ്റ്റർ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുന്നുവെന്ന്. അപ്പൊ രണ്ടാമതായി നമുക്ക് കാണാം, പ്രാർത്ഥന എന്നാൽ എന്താ? ദൈവത്തോടുള്ള സംഭാഷണമാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ അവരുടെ അടുത്ത് പോയി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ ഫോണിലൂടെ സംസാരിക്കും, അവരെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവരോട് പറയും. അപ്പൊ നമുക്ക് ഭയങ്കര ഫ്രീഡം ആണ്. അവരുടെ അടുത്ത് പോയിരിക്കണം, അവരോട് കുറെ കാര്യങ്ങൾ പറയണം, നമ്മുടെ മനസ്സിന്റെ വേദനകളും സന്തോഷങ്ങളും എല്ലാം അവരോട് പറയണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഒത്തിരി കാര്യം പറയും. അതുപോലെ കുഞ്ഞുമക്കൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താ? ദൈവത്തോട് ഒരു സംഭാഷണം നടത്തണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോടുള്ള സംഭാഷണമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ,
അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പം ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, പിതാവിനോട് സംഭാഷണം നടത്തുന്നുണ്ട്. അവിടെ അന്നേരം ഈശോ പറയുന്നുണ്ട്, പിതാവേ എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയും പിതാവുമായുള്ള ഒരു സംഭാഷണം നടക്കുകയാണ് അവിടെ. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഓരോ കൊച്ചു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അത് ഈശോയോട് പറയണം. ഈശോയോട്, നമ്മൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, അല്പസമയം ഒരു 5 മിനിറ്റ് ആണെങ്കിലും ഈശോയുടെ അടുത്ത് പോയിരുന്ന ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈശോ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ ഈശോ സഹായിക്കും. അപ്പം ഈശോയോട് നമ്മൾ സംഭാഷണം നടത്തണം. ഒരു സ്നേഹിതനോട് എന്ന പോലെ ഈശോയോട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഈശോ നമുക്ക് ഇന്ന് അനുഗ്രഹങ്ങൾ തന്നില്ലെങ്കിലും നമുക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. മൂന്നാമതായി നമ്മൾ കാണാൻ പോകുന്നത്, പ്രാർത്ഥന എന്നാൽ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇറക്കി വെക്കുന്നതാണ്. നമ്മുടെ വേദനകള്, നമ്മുടെ സങ്കടങ്ങള്, നമുക്ക് ഒത്തിരി ജീവിത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നതാണ് പ്രാർത്ഥന. സിസ്റ്റർ ഒരു കൊച്ചു കഥ പറയാം, കാരണം നിങ്ങൾക്കെല്ലാം കഥ കേൾക്കാൻ, കുഞ്ഞുമക്കൾക്ക് കഥ കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്. കാരണം നേഴ്സറി ക്ലാസ്സുകളിലൊക്കെ പിള്ളേര് പറയും, ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരണം, കഥ മാത്രം മതി, അതിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചാൽ മതിയെന്ന്. അപ്പൊ നമുക്കൊരു കഥ കേൾക്കാം. ഒരിക്കല് ഒരു കൊച്ചു കുഞ്ഞ്, നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കഥ പറയുന്നത്, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കൊച്ചു കുഞ്ഞ് ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അവന്റെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. 50 രൂപയുമായി അവൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒത്തിരി കടകൾ കയറി അവൻ അങ്ങനെ 70ാമത്തെ കടയിലെത്തി. ഇവിടെ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ആ കടയിൽ നിന്ന് പറഞ്ഞു, നീ ആരെയാ അന്വേഷിക്കുന്നത്? അപ്പൊ കൊച്ചു ബാലൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ വാങ്ങണം. ദൈവത്തെ വാങ്ങണമോ? ദൈവത്തെ വാങ്ങാൻ പറ്റുമോ? എനിക്ക് ദൈവത്തെ വാങ്ങണം. അപ്പൊ ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എന്റെ കയ്യിൽ 50 രൂപയുണ്ട്. ഈ 50 രൂപയ്ക്ക് എനിക്ക് ദൈവത്തെ വാങ്ങണം. എന്തുകൊണ്ടാണ് കുഞ്ഞെ നീ ദൈവത്തെ വാങ്ങണമെന്ന് പറയുന്നത്? അപ്പൊ ആ കൊച്ചു കുഞ്ഞു പറഞ്ഞു, എന്റെ പപ്പയും മമ്മിയും 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. എന്നെ നോക്കുന്നത് എന്റെ അങ്കിളാണ്. ആ അങ്കിള് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ പെട്ട് ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ആ അങ്കിൾ, ഡോക്ടർമാർ പറഞ്ഞു അങ്കിളിനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അത് കേട്ട കൊച്ചു കുഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് ഓടി ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയാണ് ആ 70ാമത്തെ കടയിലെത്തിയത്. ഇത് കേട്ട് ആ ഉടമസ്ഥന് വല്ലാത്ത സങ്കടം, അതോടൊപ്പം ഈ കുഞ്ഞിന്റെ നിഷ്കളങ്കതയില് വലിയ സന്തോഷവും തോന്നി. അങ്ങനെ ആ ഉടമസ്ഥൻ ഒരു കൊച്ചു ബോട്ടിലില്, ഒരു കൊച്ചു കുപ്പിക്കകത്ത് ഒരു തേനെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്, ആ 50 രൂപ വാങ്ങിയിട്ട്. അങ്ങനെ ആ കൊച്ചു കുഞ്ഞ് അത് വാങ്ങി സന്തോഷത്തോടെ ആശുപത്രിയിലേക്ക് ഓടുക. അവന്റെ അങ്കിളിന് അതുകൊണ്ട് കൊടുത്തു, അത് കഴിച്ചു. അങ്ങനെ അതിനുശേഷം കുറെ ഡോക്ടേഴ്സ് വന്നു, ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ എല്ലാം വിജയിച്ചു കഴിഞ്ഞ് അവൻ അങ്കിള് റൂമിലേക്ക് മാറ്റി. അപ്പൊ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ നീ എന്നതാ എനിക്ക് തന്നത്? അപ്പൊ കുഞ്ഞൊന്നും മിണ്ടിയില്ല. അപ്പൊ നേഴ്സുമാര് ഒരു വലിയ ബില്ല് അവന്റെ കൊണ്ടു കൊടുത്തു. അങ്കിള് ഞെട്ടി, ഇത് അടയ്ക്കാൻ മാത്രം അവരുടെ കയ്യിൽ പണമില്ല. പെട്ടെന്ന് തന്നെ ആ നേഴ്സ് വന്ന് പറഞ്ഞു, ഇത് ഓൾറെഡി പേ ചെയ്തതാണ്, ഇനി നിങ്ങൾ വിഷമിപ്പിക്കേണ്ട. അപ്പൊ കൊച്ചു കുഞ്ഞ് ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ആ അങ്കിളും ആ കൊച്ചു കുഞ്ഞും കൂടെ ഈ വൃദ്ധനായ മനുഷ്യന്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ അവർ ആ ഉടമസ്ഥന്റെ അടുത്ത് ചെന്നപ്പോൾ ഉടമസ്ഥനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ഞങ്ങളെ സഹായിച്ചത് എന്ന്. അന്നേരം ആ ഉടമസ്ഥൻ പറഞ്ഞു, ഞാനല്ല സഹായിച്ചത്, നിങ്ങളുടെ ഈ കൊച്ചു മകനാണ് എന്നെ സഹായിച്ചത്. കാരണം ഒരിക്കല് ഇവൻ എൻ്റെ കടയിലേക്ക് ദൈവത്തെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ കാര്യം തിരക്കി. അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ദൈവം എനിക്ക് പ്രചോദനം തന്നു. അതേ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കുന്നത്, ദൈവത്തിന്റെ മുമ്പില് നമ്മൾ ദൈവത്തെ തിരക്കി പോകുന്നത്, നമ്മൾ ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കും. അവര് നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരും. നമ്മൾ അവരുടെ മുമ്പിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. അപ്പം ദൈവം അവരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് കഥ മനസ്സിലായോ?
കഥ മനസ്സിലായെന്ന് സിസ്റ്റർ വിശ്വസിക്കുക. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ എന്താ നമ്മുടെ ഭാരങ്ങള് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പല വ്യക്തികളിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടപെടും. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? നിങ്ങളുടെ പഠനകാലത്ത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈശോയോട് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരിലൂടെ, നമ്മുടെ അധ്യാപകരിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ എല്ലാം നമ്മൾക്ക് ലഭിക്കാറുണ്ട്. അവിടെയെല്ലാം എന്താ, ദൈവമാണ് ഇതെല്ലാം സാധിച്ചു തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞുമക്കളെല്ലാം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മള് 3 കാര്യങ്ങൾ കണ്ടു. ഈശോയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവസാനം നമ്മൾ കണ്ടു. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കണ്ടു. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം. എല്ലാവരും ബൈബിൾ തുറന്നെടുത്തേ. എന്നിട്ട് ഉറക്കെ സിസ്റ്ററും നിങ്ങൾ ഒരുമിച്ച് ആ വചനം വായിക്കാൻ പോകുകയാ. എല്ലാവരും എടുത്തോ. മത്തായി 11:28. എല്ലാവർക്കും അറിയുന്ന വചനമാണ്. നമ്മള് അത് കാണാപ്പാഠം പഠിച്ച വചനമാണ് നമ്മുടെ വേദപാഠ ക്ലാസ്സിലൊക്കെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വായിക്കാം. വചനം വായിക്കുമ്പോൾ ഇപ്പോൾ ഈ ധ്യാനം കൂടുന്ന എല്ലാവരിലേക്കും ഈശോ ഇറങ്ങി വന്ന് ഓരോ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കും. അന്നേരം നമുക്ക് ഒരുമിച്ച് ഈ വചനം വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരിക്കൽ കൂടി വചനം. ഈശോ എന്നെ സ്നേഹിക്കും. ഈശോ എന്റെ ആകുലതകള്, എന്റെ വിഷമങ്ങള് എല്ലാം എടുത്തു മാറ്റുമെന്ന വിശ്വാസത്തോടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും പ്രാർത്ഥനയോടെ തിരുവചനം കയ്യിലെടുത്ത് ഉറക്കെ വായിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എല്ലാവരും ഉറക്കെ വായിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല സൗണ്ട് ഉണ്ട്. നിങ്ങൾ വചനം എത്രമാത്രം ഉച്ചത്തില്, എത്രമാത്രം പ്രാർത്ഥനയോടെ വചനം വായിക്കുന്നവോ അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. നിങ്ങളുടെ വിഷമങ്ങൾ ഈശോ മാറ്റിത്തരും. നിങ്ങൾക്ക് പഠിക്കാനുള്ള നല്ല ബുദ്ധി ഉണ്ടാവും. നല്ല കൂട്ടുകാരെ ലഭിക്കും. മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് വചനം വായിക്കുന്നതിലൂടെ ഈശോ നമുക്ക് തരും. അപ്പൊ നമ്മൾ 4-മതായി നമ്മൾ കാണാൻ പോകുന്നത് പ്രാർത്ഥന എന്നാൽ എന്താ? ദൈവത്തിന് സ്തുതി പാടുകയാണ് പ്രാർത്ഥന എന്നാല്. ദൈവത്തെ സ്തുതി പാടുക. നമ്മുടെ സ്കൂളിലൊക്കെ, കോളേജിലൊക്കെ, കോളേജിലെ സ്കൂളുകളിലൊക്കെ നമ്മൾ വലിയ ആഘോഷം വരുമ്പോ നമ്മൾ പാട്ടൊക്കെ വെച്ച് നൃത്തം ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ വീടുകളിലാണെങ്കിൽ എന്താ, കല്യാണത്തിന്, ആദ്യ കുർബാനയ്ക്ക്, മാമോദീസയ്ക്കൊക്കെ തലേദിവസം വലിയ പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ നമ്മള് പാട്ടൊക്കെ വെച്ച് നൃത്തം ചെയ്യാറുണ്ട്. അതുപോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്തുതിച്ച് പാടുക, ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുക എന്നതാണ് പ്രാർത്ഥന. നമുക്കൊരു കൊച്ചു വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എന്താ മനസ്സിലായെന്ന് സിസ്റ്റർ പറഞ്ഞുതരാം. I will extol the Lord at all times. His praise be ever on my lips. But those who seek the Lord will lack for no good thing. A righteous man may have many troubles, but the Lord rescues him from them all. You have rescued me from the mouth of lions, and I will declare your name to my brothers in the congregation. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്താ നമ്മൾ കണ്ടത്? ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയില് ഇരുന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ എന്ത് അത്ഭുതമാ സംഭവിച്ചത്? സിംഹങ്ങളൊന്നും അവനെ തൊടുന്നില്ല. അവിടെ ഒരു മനുഷ്യനെ
മനുഷ്യന്റെ അടുത്തേക്ക് സിംഹത്തെ വിട്ടാൽ സ്വാഭാവികമായി എന്താ സംഭവിക്കുക? സിംഹം ആ മനുഷ്യനെ കടിച്ചു ചിന്തി എല്ലാം ഫുൾ കഴിക്കൂല, ആ മനുഷ്യനെ ഫുൾ ജീവനോടെ ഭക്ഷിക്കും. പക്ഷെ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? ദാനിയേൽ പ്രവാചകനെ സിംഹം ഒന്ന് നോക്കുപോലും ചെയ്തില്ല അവിടെ. കാരണം ദാനിയേൽ പ്രവാചകൻ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷ വന്നു, പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റുപോയി. അപ്പൊ നമ്മൾ ഈശോയെ ഞാനിപ്പോ തോറ്റുപോയി, ഇന്ന വിഷയത്തിന് ഞാൻ തോറ്റുപോയി, അതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാൻ പറ്റണം. മക്കളെ അങ്ങനെ സ്തുതിക്കുമ്പോൾ ഇനിയുള്ള പരീക്ഷയിൽ ദൈവം നമുക്ക് കൂടുതൽ വിജയം നൽകി ദൈവം അനുഗ്രഹിക്കും. സിസ്റ്ററിന് അറിയുന്ന ഒരു കൊച്ചിനെ കുറിച്ച് സിസ്റ്റർ പറയാം. നിങ്ങളെ കുറിച്ചൊന്നും അല്ല കേട്ടോ, അങ്ങ് അമേരിക്കയിലുള്ള ഒരു കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഒത്തിരി സമയം ഇരുന്ന് പഠിക്കും. കാരണം പഠിച്ചില്ലേല് നിങ്ങളുടെ പേരൻസിനെ പോലെ അവന്റെ മാതാപിതാക്കൾ അവനെ വഴക്ക് പറയും. നമ്മളൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ടീച്ചേഴ്സ് വഴക്ക് പറയുന്നത് കൊണ്ട്, നമ്മുടെ മാതാപിതാക്കൾ വഴക്ക് പറയുന്നത് കൊണ്ട്, അവരെ പേടിയായതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. അതേപോലെ ഈ കൊച്ചു ബാലനും പഠിച്ചു. പക്ഷേ അവന് പരീക്ഷ പോലെ ചെന്നപ്പോൾ പേപ്പർ കിട്ടി, എല്ലാം മറന്നുപോയി. അന്നേരം അവനോടൊരു വൈദികൻ പറഞ്ഞു കൊടുത്തു, നീ വിഷമിക്കണ്ട, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ ഞാൻ പരീക്ഷ എഴുതി, പഠിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതി, പക്ഷെ ഞാൻ എല്ലാം മറന്നുപോയി. പക്ഷെ നീ എനിക്ക് പരാജയം തന്നാലും വിജയം തന്നാലും എല്ലാം നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് വൈദികൻ പറഞ്ഞു, നീ ഈശോയെ സ്തുതിക്കണം, കുറച്ച് സമയം നീ ഇരുന്ന് ഈശോയെ സ്തുതിക്കണം. ഈശോയെ എനിക്ക് പരാജയം തന്നാലും വിജയം തന്നാലും എല്ലാത്തിനും നന്ദി പറഞ്ഞ് സ്തുതിക്കണം. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം അവന്റെ റിസൾട്ട് വന്നു. അവൻ ആരും പ്രതീക്ഷിക്കാതെ, കാരണം അവന്റെ ടീച്ചേഴ്സ് എല്ലാം അവനെ കണക്കാക്കിയത് ലാസ്റ്റ് വരുന്നവരുടെ ലിസ്റ്റിലാണ്. അപ്പം കാര്യമായിട്ട് അവരൊന്നും നോക്കിയില്ല. അവസാനം അവർ നോക്കിയപ്പം പഠിക്കുന്ന എല്ലാ പിള്ളേരെ കഴിഞ്ഞും കൂടുതൽ മാർക്ക് ഈ കുട്ടിക്ക് കിട്ടി, ഫുൾ A+ കിട്ടി. അപ്പം അവർക്കൊക്കെ സംശയമായി, ഇവരെങ്ങനെ ഇത്രയും മാർക്ക് കിട്ടി, ഇവര് ഇനി കോപ്പി എങ്ങാനും അടിച്ചോ? അന്നേരം ഇവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കുഞ്ഞെ നിനക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ ടീച്ചറെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, കാരണം ഞാൻ പരീക്ഷ ഹാളിൽ കയറിയപ്പം എല്ലാം മറന്നുപോയി, അവിടെ എല്ലാം ബ്ലാങ്ക് ആയിരുന്നു, എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ എന്നോട് ഈ വൈദികൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പരാജയം സംഭവിച്ചാലും വിജയം സംഭവിച്ചാലും ഈശോയെ എല്ലാത്തിനും നന്ദി, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് എന്നും കുറച്ച് സമയം പറയണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും ഈശോയുടെ അടുത്ത് പോയി പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും എന്ത് വന്നാലും, സന്തോഷം വന്നാലും ദുഃഖം വന്നാലും, നിങ്ങളെല്ലാവരും ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയെ ഇതിനെല്ലാം നന്ദി എന്ന് പറഞ്ഞ് എപ്പോഴും ആയിരിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം ദൈവത്തിന് സ്തുതി പാടുക എന്നതാണ് പ്രാർത്ഥന. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല, കാരണം ഈശോയുടെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ആരും ക്ഷീണിക്കാൻ പാടില്ല. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി പ്രാർത്ഥനാപൂർവം ഈ വചനം ശ്രവിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കും. അടുത്തതായി നമ്മൾ പ്രാർത്ഥന എന്നത് കാണാൻ പോകുന്നത് മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക എന്നതാണ്. പ്രാർത്ഥന എന്നതാ? മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക എന്നതാണ് പ്രാർത്ഥന. സങ്കീർത്തനങ്ങൾ 86:4 പറയുന്നുണ്ട്, അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ, ഞാൻ അങ്ങിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. നമുക്ക് സങ്കീർത്തനം 86:4 തിരുവചനം എടുത്ത് എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക ഈ വചനം. കാരണം മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്നത്. എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് സങ്കീർത്തനം 86:4 നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് ബൈബിളൊക്കെ തുറന്ന് ഉറക്കെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ, ഞാൻ അങ്ങിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. 3 പ്രാവശ്യം ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ഒരു നിമിഷം മക്കൾ എല്ലാവരും കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ആവശ്യമായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാന് ആയി കടന്നു വന്നപ്പോൾ ഉള്ളത്, ആ ആഗ്രഹത്തെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
ഈ വചനം 3 പ്രാവശ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഈ അനുഗ്രഹം തരുമെന്ന വിശ്വാസത്തോടെ ദൈവത്തില് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഉറക്കെ ഈ വചനം ചൊല്ലി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. അപ്പൊ എല്ലാവരും ബൈബിൾ എടുത്ത് പ്രാർത്ഥനാപൂർവം ഈ വചനം നമ്മൾ 3 പ്രാവശ്യം ചൊല്ലും. അന്നേരം ദൈവം നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം സാധിച്ചു തരും. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവേ, ഞാൻ അങ്ങിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവേ, ഞാൻ അങ്ങിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവേ, ഞാൻ അങ്ങിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തുന്നു. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് പ്രാർത്ഥന എന്നാല് ദൈവത്തെ ശ്രവിക്കലാണ്. നമുക്കൊരു വീഡിയോ കണ്ടാലോ? വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ? എന്താ മനസ്സിലായത്? കൊച്ചു ബാലനായ സാമുവേലിനെ ദൈവം വിളിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ പിതാവായ ഏലിയാന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് അപ്പന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പൻ എന്നെ വിളിച്ചോന്ന്. അന്നേരം അപ്പൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. രണ്ടാമതും അങ്ങനെ സംഭവിച്ചു. മൂന്നാമത് വിളിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഇനി പറയണം, ഇതാ ഞാൻ അരുളി ചെയ്താലുമെന്ന്. അതേ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം വിളിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ, മോനെ ജോണെ നീ ഇത് ചെയ്യരുതെന്ന് നമ്മുടെ മനസ്സില്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ദൈവം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥന എന്നാല് ദൈവത്തെ ശ്രവിക്കലാണ്. ദൈവത്തെ ശ്രവിച്ചു കഴിയുമ്പോൾ നമുക്ക് തിന്മയൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ, ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ പപ്പയും അമ്മയും നമ്മളെ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മളെ ഉപദേശിക്കും, നമ്മളെ വഴക്ക് പറയും. പക്ഷെ നമ്മളെ അവർ വഴക്ക് പറയുന്നത് എന്തിനാ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ നമ്മളെ അവർ വഴക്ക് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫുൾ ടൈം ഫോണിൻ്റെ അകത്തിരിക്കുക. അപ്പൊ നമ്മുടെ മമ്മി പറയും, മോനെ ജോണിക്കുട്ടാ, നീ ഇന്നിങ്ങനെ ഫോണിൻ്റെ അകത്തിരുന്നാല് നീ കുറച്ച് കഴിയുമ്പോൾ നീ ആരായിത്തീരും? നീ ഫുള്ള് ഫോണിന് അഡിക്റ്റ് ആയിത്തീരും. അന്നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പോകുമ്പോൾ അമ്മയുടെ സ്വരം കേൾക്കും, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ചില നല്ലതും ചീത്തയും ഏതാന്ന് നമ്മൾ ദൈവം കാണിച്ചു തരും. ചീത്ത കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ദൈവം പറയും, മോനെ മോളെ നീ ഇപ്പൊ ഇതല്ല കാണേണ്ടത്, നീ ഇപ്പം ഇതെല്ലാം ഓഫാക്കി വെച്ച് നീ പഠനത്തിൽ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ എന്നാ പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ആരുടെ സ്വരമാണ് ശ്രവിക്കുന്നത്? ആരുടെ സ്വരമാണ് മക്കളെ ശ്രവിക്കുന്നത്? പിശാചിന്റെ സ്വരമാണ് ശ്രവിക്കുന്നത്. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയെ സ്നേഹിക്കാനും മാതാപിതാക്കളെ അനുസരിക്കാനും അവരെ സ്നേഹിക്കാനും എല്ലാവർക്കും നല്ല കുട്ടികളായി നല്ല മാതൃകകളായി ജീവിക്കുവാനും സാധിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥന എന്നാൽ ദൈവത്തെ ശ്രവിക്കലാണ്. നമ്മുടെ പ്രാർത്ഥനയില് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോയോട് ചോദിച്ചു ചെയ്യാനെല്ലാം സാധിക്കണം. അതിന് നിങ്ങളെല്ലാം തയ്യാറാണോ? ആർ യു റെഡി? യെസ് എന്നെല്ലാവരും ഉറക്കെ പറഞ്ഞ് ആർ യു റെഡി? യെസ്. അതിന് തയ്യാറുള്ള കുഞ്ഞുമക്കളെല്ലാം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഈശോയ്ക്ക് ഒരു ഹല്ലേലൂയ കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ നമ്മള് പ്രാർത്ഥനയെ കുറിച്ച് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് കണ്ടു ഇല്ലേ? നമ്മൾ ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന നടത്താറുണ്ട്. എങ്കിലും ഒരു 5 മിനിറ്റ് എങ്കിലും ഈശോയുടെ സന്നിധിയിലിരുന്ന് നമ്മുടെ കാര്യങ്ങള് ഈശോയോട് പറയുമ്പോൾ ഈശോ അതെല്ലാം കുഞ്ഞുമക്കൾക്ക് സാധിച്ചു തരും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങള്? വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളെല്ലാവരും നല്ല മക്കളാണ്, ഈശോയുടെ കുഞ്ഞുങ്ങളാണ്. കാരണം ഈശോ ചോദിക്കുന്നവർക്കെല്ലാം സമൃദ്ധമായി നൽകുന്ന ഒരു നല്ല സ്നേഹിതനെ പോലെ, നല്ല അപ്പനെ പോലെ നമ്മുടെ കൂടെയുള്ളത് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഈശോയാ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാം ഈശോയോട് പറയുവാനും ഈശോയെ സ്നേഹിക്കുവാനും തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങള് അവിടുന്ന് നമ്മിലേക്ക് വർഷിക്കും. ഇനി അവസാനമായി സിസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. നമ്മൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? 3 കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വേണ്ടത്. ഒന്നാമതായി എളിമയോടുകൂടി നമ്മൾ ദൈവത്തിന്റെ തിരുമുമ്പിലായിരിക്കണം.
ബൈബിളിൽ ഒരു സംഭവം ഉണ്ട്, ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും. ഫരിസേൻ എന്നാ പ്രാർത്ഥിച്ചത്? ദൈവമേ ഞാൻ നല്ല അഹങ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ചുങ്കക്കാരനോ, ദൈവമേ ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആരുടെ പ്രാർത്ഥനയാ ദൈവം കേട്ടത്? ചുങ്കക്കാരന്റെ ആണോ ഫരിസേന്റെ ആണോ? ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് ഈശോ കേട്ടത്. കാരണം അവൻ പാപിയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പാപിയാണെന്ന് പറഞ്ഞ് നമ്മുടെ എളിയ അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങള് വർഷിക്കും. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട്, ജസ്റ്റ് നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന് ഇഷ്ടമാണോ ഈ കാര്യം ചെയ്യുന്നത്, എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോയോട് ആലോചിച്ചുകൊണ്ട് ചെയ്യണം. മൂന്നാമതായി ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ ആഗ്രഹമാണ് ആരെ സ്വന്തമാക്കണം. നമുക്ക് കുറെ ഫ്രണ്ട്സിനെ വേണം, നമുക്ക് കുറെ കാര്യങ്ങൾ, നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ എനിക്കും വേണം. വീട്ടിൽ ചെന്ന് നമ്മൾ അതിന് വഴക്കൂടും. അപ്പൊ അത് നമ്മുടെ വസ്തുക്കൾ സ്വന്തമാക്കാൻ, വ്യക്തികളെ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹം ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ഈശോയെ സ്വന്തമാക്കാൻ എനിക്ക് ആഗ്രഹം വേണം. അപ്പോൾ നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും ഈശോയോട് കൂടുതൽ അടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും, കുഞ്ഞുമക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ദൈവം ഓരോരുത്തരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്താണോ തോന്നുന്നത് അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഈ 3 ദിവസം ഈശോ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈശോയെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എളിമയോടുകൂടെ ഈശോയെ സ്വന്തമാക്കി എപ്പോഴും ജീവിക്കുവാന്, ഈ ലോകത്തിന്റെ ഒഴുക്കിനൊത്ത് നീങ്ങാതെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഓരോ കുഞ്ഞുമക്കളും ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ തിരുരക്തം നിങ്ങളുടെ ഓരോരുത്തരുടെയും സംരക്ഷണം ആയി ഒപ്പമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയില്ലേ? ഇനി നാം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോ നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളാണിത്. നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈശോയുടെ മുമ്പിലായിരിക്കാം. കുട്ടികളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സാഹചര്യം അനുകൂലമാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും മുട്ടുമേലായിരുന്ന് കരങ്ങൾ കൂപ്പിപ്പിടിക്കട്ടെ. ഈശോയെ സ്വീകരിക്കാനായിട്ട്, ഈശോയുടെ വരവേൽപ്പിനെ എതിരേൽക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ഭക്തിപൂർവമായിരിക്കാം. വിളക്കിൻ നടുവിൽ ശോഭാപൂർണനായി മാറത്തു പൊൻകച്ചയണി കാണുന്നേശുവേ, ആദ്യനും
പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. അനുഗ്രഹങ്ങളുടെ നീർച്ചാൽ പൊഴിച്ച് ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച് ദിവ്യകാരുണ്യമായി തിരുവോസ്തി രൂപനായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയുടെ മഹനീയ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനം 34:5 ഞങ്ങൾ വായിക്കുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന്. കർത്താവെ, അങ്ങയിലേക്ക് നയനങ്ങൾ ഉയർത്തുവാൻ ഞങ്ങളുടെ ഓരോ ഹൃദയത്തുടിപ്പുകൾ പോലും അങ്ങേക്ക് സ്നേഹമായി ഏകുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, നിന്റെ കൃപാകടാക്ഷം ഞങ്ങളിലേക്ക് പെയ്തിറങ്ങിയാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതവും മഹത്വമുള്ളതായി മാറുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങേ കരങ്ങളിൽ ശ്രേഷ്ഠമായി തീരുവാൻ തക്കവിധം ഓരോ നിമിഷവും ഹൃദയ നർമ്മലത്തോടെ ജീവിക്കുവാൻ അങ്ങ് കൃപ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ തണലിലായിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൽ എന്ന് പൂർണ്ണ ശരണം വയ്ക്കുന്നുവോ അന്ന് ഞങ്ങൾ നിന്റെ ദാനങ്ങൾ മറക്കുന്നുവെന്ന്. തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദാവീദ് അങ്ങയോട് ചോദിച്ചതുപോലെ ഞങ്ങളും ചോദിക്കുന്നു, അങ്ങെന്നെ ഇത്രത്തോളം ഉയർത്തുവാൻ ഞാൻ എന്താകുന്നുവെന്ന്. എന്റെ ജീവനും ജീവിതവും എനിക്കുള്ള സർവവും ദൈവദാനമാണെന്ന ചിന്തയോടെ, ഹൃദയം നിറയെ നന്ദിയോടെ ഒരു നിമിഷം തിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് സകലത്തിന്റെയും ഉടയവനും അതിനാഥനുമായ ആ നല്ല ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചാലും നാഥ തീരുമോ നിൻ ദാനങ്ങൾ, എത്ര പാടിയാലും നാഥ തീരുമോ നിൻ ദാനങ്ങൾ. ഇതുവരെ നീ ചൊരിഞ്ഞ നന്മകളോർത്തു പോയാൽ ഇനി വരും നാളുകൾ മതി വരുമോ? എത്ര സ്തുതിച്ചാലും നാഥ തീരുമോ നിൻ ദാനങ്ങൾ, എത്ര പാടിയാലും നാഥ തീരുമോ നിൻ ദാനങ്ങൾ. ഏകുന്നേദാനം നിൻ സ്നേഹപൂർവം, ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി. നമുക്ക് ഏറ്റവും ശാന്തതയോടെ തിരുസന്നിധിയിലായിരിക്കാം. ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ വ്യക്തി ജീവിതത്തിന്റെ നേട്ടങ്ങളല്ല എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്നും, മറിച്ച് വിശ്വാസം എന്നത് എന്റെ ജീവിതം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി മുന്നേറുമ്പോഴും
തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ക്രിസ്താനുഭവത്തിന്റെ ബലമായിരിക്കണമെന്നും ഞാൻ അറിയുന്നു. വചനം തന്നെയായ അങ്ങയുടെ സ്നേഹമൊഴികൾ കേൾക്കുവാനും ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ദൈവവിശ്വാസത്തിൽ വേരുപാകി ജീവിക്കുവാനും ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത് ദിവ്യകാരുണ്യത്തിൽ എന്നും വസിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും ക്ലേശങ്ങളിൽ ആശ്വാസമേകുകയും ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. സ്വയം ശൂന്യനായി തീർന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ജീവനും കരുണയും ഒഴുകി ഈ ലോകത്തെയും ലോകജനതയെ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഈ സമയം വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും ജീവിതങ്ങളെ കർത്താവെ ഏറ്റെടുക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:4 വചനം ഇപ്രകാരം പറയുന്നു: നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്ന്. അനന്ത നന്മയായ ദൈവത്തിന്റെ കരുണ ഓരോ നിമിഷവും സ്വജീവിതത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈശോ നമ്മെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ യോഗ്യതകൾ നോക്കിയല്ല, മറിച്ച് നാം എന്തായി തീരുവാൻ പരിശ്രമിക്കുന്നുവോ അതിനെയാണ് തമ്പുരാൻ വിലമതിക്കുന്നത്.
തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് കരുണ. വിശുദ്ധ പൗസ്റ്റീന പറയുന്നുണ്ട്, കരുണ എന്നത് സ്നേഹത്തിന്റെ പൂവാണ്. സ്നേഹം വെളിവാകുന്നതും പുഷ്പിക്കുന്നതും കരുണയിലൂടെയാണ്. ദൈവത്തിന്റെ സ്നേഹം എന്നത് പുഷ്പമാണെങ്കിൽ കരുണ എന്നത് കനിയാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഇടർച്ചയും പതർച്ചയും ഒക്കെ ഉണ്ടാകാം. കാരുണ്യത്തിന്റെ നിറവായ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയെല്ലാം ഒരു നിമിഷം ഓർത്തെടുത്ത് ആത്മാർത്ഥമായി മനസ്തപിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണ കടലായി ഒഴുകിയ അനുഗ്രഹ നിമിഷങ്ങളായിരുന്നു ഈ നിമിഷം അത്രയും. നല്ല ദൈവമേ, എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന, എന്റെ സന്തോഷങ്ങളിൽ എന്നോടൊപ്പം ആനന്ദിക്കുന്ന, വേദനകളിൽ എന്നെ താങ്ങിപ്പിടിക്കുന്ന നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഓരോ നിമിഷവും യാത്ര ചെയ്യുവാൻ കൃപ തരണമേ. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആഴമായ വിശ്വാസത്തോടെയും അചഞ്ചലമായ സ്നേഹത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ സഹായിക്കണമേ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന അങ്ങയുടെ വാക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിത പരിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ കൃപ തരണമേ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമേ, നീ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് വിളമ്പിത്തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ദൈവിക ശരണത്തിലും ആഴപ്പെട്ട് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സ്വർഗത്തിന്റെ സകല കൃപകളും നൽകി ആശീർവദിക്കുകയും ചെയ്യണമെന്ന് ഏറ്റവും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനും ഉടയവനായ ദൈവമേ, കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ദൈവം നൽകുമോറപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തോകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതായി നാം കാണുന്നു. എന്നാൽ അവരിൽ ഒരാൾ മാത്രം തിരിച്ചു വന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേർ എവിടെയെന്ന്. ഈ ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെ കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ രാത്രിയില് വിശ്രമത്തിനായി അണയുമ്പോൾ ഈശോയെയും പരിശുദ്ധ അമ്മയെയും സകല വിശുദ്ധരെയും നമുക്ക് കൂട്ടുപിടിക്കാം. നാളെയും കൃത്യം 6 മണിക്ക് തന്നെ SH സാന്തോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കാവൽ മാലാഖയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളില് നമുക്ക് വിശ്രമത്തിനായി അണയാം.